സാത്താൻ ആരാധകനായിരുന്ന തന്റെ പിതാവ് എങ്ങനെയാണ് അതിൽ നിന്ന് മോചിതനായെന്ന് വെളിപ്പെടുത്തി റിക് ഹാൻസൺ. ചെറുപ്പത്തിൽ നിഗൂഢ കാര്യങ്ങളോട് ഉണ്ടായിരുന്ന ആകർഷണവും സാത്താൻ ആരാധകനായ ആന്റൺ ലാവെയയുടെ സ്വാധീനവുമാണ് പിതാവിനെ ഈ മേഖലയിലേക്ക് നയിച്ചതെന്ന് മകനായ റിക് ഹാൻസൺ പറഞ്ഞു. ടിവിയിൽ സാത്താൻ ആരാധനയെക്കുറിച്ചുള്ള വീഡിയോ കണ്ടതിനു ശേഷം അദ്ദേഹം ദൈവവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് സാത്താനെ സ്വീകരിച്ചു. ആ നിമിഷം തന്നെ 12 പൈശാചിക ശക്തികൾ പിതാവിൽ പ്രവേശിച്ചുവെന്ന് മകൻ റിക് ഹാൻസൺ പറഞ്ഞു. എന്നാൽ തന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായതിനാൽ പ്രാർത്ഥനയുടെ സംരക്ഷണം പിതാവിന് ചുറ്റുമുണ്ടായിരുന്നു. ഒരു ദിവസം പിതാവ് കടുത്ത ദേഷ്യത്തിൽ ബൈബിൾ എടുത്ത് ചുമരിലേക്ക് എറിഞ്ഞു. ആ നിമിഷം "എനിക്ക് നിന്നെ തിരികെ വേണം" എന്ന ശക്തമായ സ്വരം മുറിയിൽ കേട്ടു. അത് ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അദ്ദേഹം വിടുതലിനായി കരഞ്ഞപേക്ഷിച്ചു. തൽക്ഷണം കുരിശിന്റെ ശക്തിയാൽ അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്ന പൈശാചിക ശക്തി വിട്ടുമാറി. അതിനുശേഷം അദ്ദേഹം തന്റെ ജീവിതം സാത്താന്റെ ബന്ധനത്തിൽ കഴിയുന്നവരെ സഹായിക്കാനായി സമർപ്പിച്ചു. 80 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും ഈ ശുശ്രൂഷ തുടരുന്നുണ്ട്. റിക് ഹാൻസന്റെ ദി ബ്ലൂ ലേഡി എന്ന ഓർമ്മക്കുറിപ്പിലാണ് ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നത്. യേശുവാണ് തന്റെ പിതാവിനെ സാത്താനിസത്തിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും മോചിപ്പിച്ചതെന്നും താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.